ആലപ്പുഴ രാമങ്കരിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. വേഴപ്ര സ്വദേശി ബൈജുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ബൈജുവിന്റെ സുഹൃത്തിന്റെ മുൻ ഭർത്താവാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. രാമങ്കരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് പുലർച്ചെ അതായത് 1 മണിക്ക് 2 മണിക്ക് ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് രാമങ്കരി പോലീസ് അറിയിക്കുന്നത്. ആലപ്പുഴ കലവൂർ സ്വദേശി ITC കോളനിയിലെ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഭാര്യ, മുൻ ഭാര്യയാണെന്നാണ് അറിയുന്നത്. ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. ആ ഭാര്യയുടെ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു, വേഴപ്ര സ്വദേശിയായിട്ടുള്ള ബൈജുവിനൊപ്പമായിരുന്നു ഓണത്തിന് മുൻപേ തന്നെ അവർ താമസിച്ചിരുന്നത്. ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു ഈ കലവൂർ സ്വദേശിയുടെ മുൻ ഭാര്യ താമസിച്ചിരുന്നത്. അങ്ങനെ ഇതിൽ പ്രകോപിതനായിട്ടുള്ള ആൾ ഈ ബൈജുവിന്റെ വീട്ടിലെത്തി. ബൈജുവിന്റെ വീട് വേഴപ്രയിലാണ്. വേഴപ്രയിൽ ഒരു 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലാണ് ബൈജുവിന്റെ വീട്. ഈ വീട്ടിലേക്ക് നീന്തിയാണ് ഈ ഭർത്താവ് എത്തിയത്. നീന്തി എത്തിയ ശേഷം അവിടെ എത്തി ബൈജുവിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം നീന്തി തന്നെ ഭാര്യയുമായി അവിടെ നിന്നും കരമാർഗം പോയി എന്നാണ് പറയുന്നത്. ബൈജുവിനെ പിന്നീട് ഫോൺ മാർഗം മറ്റു സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചാണ് ബൈജുവിന്റെ വീട്ടിലേക്ക് ആളുകൾ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ബൈജു ഉണ്ടായിരുന്നത്. ബൈജുവിനെ അപ്പോൾ തന്നെ ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കടന്നു കളഞ്ഞ ഈ കലവൂർ സ്വദേശികളുടെ വിവരം ലഭ്യമായിട്ടില്ല. അയാളും ഭാര്യയുമായി അവിടെ നിന്നും പോയി. പക്ഷേ ഇരുവരെയും തമ്മിലുള്ള സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അവരെവിടെ പോയെന്ന് പോലീസിന് പോലും അറിയില്ല. ഇത് സംബന്ധിച്ച് രാമങ്കരി പോലീസ് മാത്രമല്ല, ഈ ആക്രമണം നടത്തിയ കലവൂർ സ്വദേശിക്ക് വേണ്ടിയിട്ട് മണ്ണഞ്ചേരി പോലീസും ഒപ്പം തന്നെ രാമങ്കരി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിജയകുമാർ, ഈ യുവാവിന് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് കരുതേണ്ടത് അല്ലേ മനീഷ്? അതെ, വീട്ടിൽ നീന്തി എത്തിയ ആൾ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അതായത് ഈ പരിക്കേറ്റ ബൈജുവിന്റെ വീട്ടിലുണ്ടായിരുന്ന വാക്കത്തി കൊണ്ടാണ് വെട്ടിയതെന്നാണ് അറിയുന്നത്. വയറിലും കഴുത്തിലുമാണ് 2 വെട്ടാണ് ഏറ്റത്. അതുകൊണ്ട് തന്നെ അയാൾ അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് ഇവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ബോധം വന്ന സമയത്താണ് പിന്നീട് ഫോൺ മാർഗം സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചാണ് അവിടെ എത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അത്യാഹിതമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, രാമങ്കരി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട ആളുകൾ, ഒരു യുവാവും യുവതിയും, അവരെവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് വിവരമില്ല. പരിക്കേറ്റ ആളുടെ കാര്യമായ പരിക്ക് അയാൾക്കുണ്ടായാൽ ചികിത്സയിലാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.